പോർച്ചുഗലിൻ്റെ സമനില സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയുന്നത് പോലെ റൊണാൾഡോ കാരണമൊന്നുമല്ല. എനിക്ക് തോന്നിയത് നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് കാരണം. നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡേഴ്സ് കളിച്ചില്ല എന്നും അവർ പാസിങ് നടത്തിയില്ല ഒന്നുമില്ല. 750-ൽ കൂടുതൽ പാസുകൾ നടത്തി. പക്ഷെ അവരൊരൊറ്റ അവസരമാണ് ക്രിയേറ്റ് ചെയ്തത്. നല്ലൊരൊറ്റ ചാൻസാണ് ക്രിയേറ്റ് ചെയ്തത് 90 മിനിറ്റ്. അവിടെയാണ് നമ്മൾ തോറ്റുപോയത്. അതായത് എതിരാളികളെ വളരെ സിമ്പിളാക്കി കണ്ടു. ബോൾ കൺട്രോൾ ചെയ്ത് മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് എതിർ ടീം ഫ്രസ്ട്രേഷൻ കൊണ്ട് പന്തെടുക്കാൻ വരുമെന്ന് കരുതി. ആ സമയത്ത് നല്ല നല്ല ചാൻസസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ എതിർ ടീമോ സാവധാനം ഇവർ വന്നോട്ടെ എന്നുള്ള മൈൻഡിലായി. പക്ഷേ പോർച്ചുഗൽ ടാക്ടിക്സ് മാറ്റില്ല, ഇതെന്നെ കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ടാണ് ഒരൊറ്റ ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ റൊണാൾഡോയിലേക്ക് പന്ത് പോലും എത്തിയിട്ടില്ല. മൂപ്പരിക്ക് എത്തിയപ്പോൾ വലിയ മിസ് പാസ്സൊന്നും ഇല്ല. 21-ൽ 19 കറക്റ്റ് പാസ്സൊക്കെയാണ്. അപ്പോൾ റൊണാൾഡോയെ കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ക്രിയേറ്റ് ചെയ്യായ്മ അത് നമ്മളൊന്നാമത് സിമ്പിളാക്കി കണ്ടു. മത്സരം വെറുതെ കളിച്ചു. അവസാന 10 മിനിറ്റ് കൊണ്ട് ഫ്രസ്ട്രേഷൻ കൊണ്ട് ഇങ്ങനെ ചാൻസ് വന്നാൽ വേണ്ടിയില്ലേ, സ്പീഡ് ആവേണ്ടി വന്നു. ആദ്യമേ നമ്മളായിരുന്നു എടുക്കണമായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആകില്ല. അപ്രോച്ച് മനസ്സിലായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ മാറ്റം വരും. ഇതേ മിഡ്ഫീൽഡേഴ്സ് കളിക്കുന്ന രീതി ഒന്ന് മാറ്റും. വലിയ രീതി നമ്മൾ തിരിച്ചു വരും. ഇപ്പോൾ നമുക്കൊരു പണി കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളംബിയയുമായിട്ടുള്ള മത്സരം ചെയ്യപ്പെട്ടു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകണമെങ്കിൽ അത് നമ്മൾ ജയിക്കും. കാരണം നമുക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ട് തന്നെ കയറണം. എങ്കിലേ നമുക്ക് ക്വാർട്ടറിൽ ഒരു ടീമിനെ കിട്ടും. അത് നമുക്ക് വേണം. ഓക്കെ, നമ്മൾ തിരിച്ചു വരും.